പൂവിരലിൽ പൊന്മോതിരമായി നീയോടു ചേർന്നു ഞാൻ നിന്നു. ഏതോ പുണ്യം മാംഗല്യവുമായി സ്വയംവര പന്തലിൽ വന്നു. അസുലഭരജനികളിൽ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും പുറത്തേക്കുന്നവരൊന്ന് കയറിയിട്ട് വാലടയ്ക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും ഭയങ്കര ഒരു പ്രോഗ്രാമായിട്ട് എല്ലാവരും ഗെറ്റ് ടുഗെദർ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്നാലും ഈ ഒരു ഇവന്റ് ഒരു ഈവനിങ് മെമ്മറബിൾ ആക്കാനായിട്ട് ചെറിയ ചെറിയ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രേയർ സോങ് ഉണ്ട്, അത് കഴിഞ്ഞാൽ കേക്ക് കട്ടിങ്, വൈൻ ടോസ്റ്റിംഗ്, പിന്നെ പാട്ടുകൾ, ഒരു ഡാൻസ്, അതിനിടയ്ക്ക് ഒരു കുഞ്ഞിനാണ് സർപ്രൈസ്. അപ്പോ സന്യയാണ് നമ്മുടെ പ്രേയർ സോങ് ഗാനം. പ്രേയർ സോങ് കഴിഞ്ഞിട്ട് ആരും പോകുന്നുണ്ട് കേട്ടോ.
തൊട്ടാവാടി ചുമ്മാ നിന്നെ തൊട്ടോട്ടെ ഞാൻ, ഇഷ്ടത്തോടൊപ്പം കൂടാൻ നിന്നോട്ടെ ഞാൻ. ഒട്ടാതെ ഒട്ടിക്കൊണ്ടേ പോകും ദൂരം വന്നോട്ടെ ഞാൻ, മുട്ടായി ചുണ്ടിൻ നാണം കണ്ടോട്ടെ ഞാൻ. ഓ മുള്ളാലെ കുത്തല്ലേ നീ, മുൻകോപം കാട്ടല്ലേ നീ, ശോകത്താൽ നട്ടം ചുറ്റാൻ വയ്യ. തട്ടാതെ തട്ടുമ്പോഴും നല്ലേ നിന്നെ മുട്ടുമ്പോഴും കുഞ്ഞു നെഞ്ചിൽ തട്ടപ്പേറുന്നുണ്ടേ. നമ്മളിവിടെ ഒരു കുടുംബ കൂട്ടായ്മയിലാണ് ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്. ബെനോ സെന്ന, അവിടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞ് ലിവി, ഇവിടെ നമ്മുടെ ആ പ്രാർത്ഥനാ ഗാനം ഈ പാടി കേട്ടപ്പോൾ എന്തുമാത്രം അനുഗ്രഹീതയാണ് ആ കുഞ്ഞെന്ന് ഓർത്തുപോയി അല്ലേ. ഒരമ്മ അങ്ങനെ പാടുന്നു. ഇപ്പൊ അമ്മ ഇപ്പൊ അത് മനോഹരമായ നാവിൽ ഈശോ നാമം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഒരു പാട്ട് ഇപ്പൊ ഈ ഒരു ഇവിടെ വിവാഹത്തിന്റെ 5ാം വെഡിങ് ആനിവേഴ്സറി നമ്മളിവിടെ ഒരു കുടുംബ അന്തരീക്ഷത്തിലാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ അമ്മ ഈ മനോഹരമായിട്ടുള്ള ഒരു ഭക്തിഗാനം പാടുമ്പോൾ എൻ്റെ മനസ്സിലൊരു സ്വപ്നങ്ങളോട് കൂടി അങ്ങോട്ട് മനസ്സങ്ങോട് ആകാശത്തിലേക്ക് ഉയർന്നു പോവുകയായിരുന്നു. കാരണം അങ്ങനെ ഒരു അമ്മ എന്ന് പറയുന്നത് ഒരു ആ അമ്മയുടെ ഭർത്താവിന്റെ ഭാഗ്യമാണ്, അവരിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും ഭാഗ്യമാണ്, നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ഭാഗ്യമാണ്. കാരണം ഈ കുഞ്ഞിന്റെ രൂപീകരണത്തിന്റെ 8-9 മാസം കുഞ്ഞിന്റെ രൂപീകരണത്തിൽ ഈ അമ്മ എന്തുമാത്രം വയറയിൽ തലോടിക്കൊണ്ട് ഈ ഭക്തിഗാനവും ഈശ്വര ചിന്തയും ആ കുഞ്ഞിന് കൊടുത്തു കാണും അല്ലേ. അങ്ങനെയല്ലേ ഭക്തിഗാനങ്ങള് പറയാറുണ്ടായിരുന്നു, സങ്കീർത്തനങ്ങളിൽ പാടുന്നുണ്ട്, അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ഫോർമേഷനില്. അപ്പോ ഈ കുഞ്ഞിന്റെ സ്പന്ദനങ്ങള് ഈ ഒരു കലയുടെ സ്പന്ദനങ്ങൾ മാത്രമായിട്ടല്ല, ഈശ്വര ചൈതന്യത്തിന്റെ സ്പന്ദനങ്ങൾ ആ കുഞ്ഞിന്റെ അന്തരാത്മാവിലേക്ക് സന്നിവേശിപ്പിക്കാനായിട്ടുള്ള പ്രിയപ്പെട്ട സെന്ന എന്നോ നിങ്ങളുടെ വിവാഹത്തിന്റെ ഈ 5ാം വാർഷികം വളരെ സന്തോഷമായിട്ട് ആഘോഷിക്കുന്ന അവസരത്തിൽ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഞാൻ നിങ്ങളുടെ മാരേജ് പ്രൊഡക്ഷൻ കോഴ്സ് നടത്തുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങളോട് കൂടി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു സന്ദേശം തന്നായിരുന്നു. എന്താണ്? മക്കളെ, നിങ്ങൾ പോയി പരസ്പരം പ്രേമിക്കാനായിട്ടാണ് പറഞ്ഞു കൊടുത്തത് അല്ലേ. അതാ പറഞ്ഞു കൊടുത്തത്. മാരേജ് പ്രൊഡക്ഷൻ കോഴ്സിൽ ആകപ്പാട് ഇവരുടെ മനസ്സിൽ തറഞ്ഞ് മരണം വരെ അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് പോലും പ്രേമിക്കാൻ പറഞ്ഞു വിട്ടത്. മാരേജ് പ്രൊഡക്ഷൻ കോഴ്സിന്റെ മെയിൻ സന്ദേശമായിട്ട് പറഞ്ഞു വിട്ടത് കാര്യങ്ങളിലൂടെ പ്രേമിക്കാൻ പറഞ്ഞു വിട്ടത്. ശുദ്ധമായ പ്രണയം, അതിൽ നിങ്ങൾ വളർന്ന് അത് ഒരു വലിയ ഒരു റിസോഴ്സാണ്, ജീവിതത്തിന്റെ വലിയ റിസോഴ്സാണ് പ്രണയം. ആ പ്രണയം എന്ന് പറയുന്നത് അത് സ്വർഗത്തിൽ നിന്ന് വരുന്ന വലിയൊരു കൃപയാണ്. അത് നമ്മുടെ ഈ മക്കള് തീർച്ചയായിട്ട് അനുഭവിക്കുന്നുണ്ട്, അതിന്റെ സന്തോഷം ആസ്വദിക്കുന്നുണ്ട്. അവരുടെ ആ പ്രണയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കുഞ്ഞ് ലിബി അത് കഴിഞ്ഞ് ധാരാളം മക്കളുണ്ടാകട്ടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അത് നിങ്ങൾക്ക് ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തിൽ ഞങ്ങളെല്ലാം പങ്കുചേരുന്നു. ഞങ്ങളെ പോലെയുള്ള അച്ഛന്മാരും ഇവിടെ ഇരിക്കുന്ന കാരണന്മാരും ഇതൊക്കെ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഇവിടെ കൂടെ നിൽക്കുന്നവരുടെ നിങ്ങളുടെ സഹോദരങ്ങളായിട്ടും മുതിർന്നവരായിട്ടും പപ്പയുടെ മമ്മയുടെ ഒരു എക്സ്റ്റൻഷൻ പോലെയുള്ള കാരണവന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. ആത്മീയപിതാക്കന്മാരായ ഞങ്ങളും ആ ഒരു കൂട്ടായ്മയുടെ എക്സ്റ്റൻഷൻ പോലെയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ആശംസകൾ നേരുന്നു, പ്രാർത്ഥനകൾ നേരുന്നു, ഞങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും നേരുന്നു. നിങ്ങൾ ജീവിതത്തിന്റെ ലാസ്റ്റ് മൊമെന്റ് വരെ, ആ നിമിഷം വരെ ഓക്കെ. എന്നെ കണ്ടിട്ടുണ്ടാ? അപ്പം എല്ലാവരും മംഗളങ്ങൾ നേരുന്നു, ആശംസകൾ കൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ട സെന്ന
5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അന്തിമ ഒരു തീരുമാനിച്ചതാ. വിവാഹം കൂതാശപരമായ 2-3 കൊല്ലം മുമ്പാണ് നമ്മൾ നടത്തിയത്. പക്ഷേ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഈ പ്രണയത്തിന്റെ ഒരു ശക്തി കൂടാൻ വേണ്ടി കാത്ത് കൊറോണയുടെ ആ ട്രെൻഡ് കുറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രണയത്തിന്റെ ഊർജ്ജ ശക്തിയാണ് ഭയങ്കരമായിട്ടാണ് കൂടി. അതിന്റെ ഒരു സമുന്നതമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു നമ്മൾ 3 വർഷം മുമ്പ് മരിയലൂർ പള്ളിയിൽ വെച്ച് നടത്തിയ അടിപൊളി ആഘോഷം. പക്ഷെ 5 വർഷങ്ങൾക്ക് മുമ്പാണ് നിങ്ങൾ അന്തിമ തീരുമാനം എടുത്ത് ലീഗലായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ടിരുന്നു. അതിന്റെ ആ ഓർമ്മയും ആഘോഷമാണ് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ലാസ്റ്റ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു സ്ട്രീമാണ്. ഇറ്റ്സ് എ സ്ട്രീം ഓഫ് ലൈഫ്. നമുക്കൊരു ഓറിയന്റൽ ഒരു ചൈനീസ് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് നമ്മളിപ്പോ ഗൂഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഒരു ഡാവോ ദേ ജിങ് എന്ന് പറഞ്ഞൊരു ചൈനീസ് കോൺസെപ്റ്റ് ഉണ്ട്. ഡാവോ ദേ ജിങ് എന്ന് പറഞ്ഞ ആ കോൺസെപ്റ്റിന്റെ അർത്ഥം അതൊരു വഴി, അതിന്റെ ശക്തി എന്ന് പറയുന്നത് വേ ആൻഡ് ഇറ്റ്സ് പവർ. അപ്പൊ അത് വേ ആൻഡ് ഇറ്റ്സ് പവർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതം ഒരു വഴിയാണ്. ആ വഴി ഒരു ജീവിതത്തിന്റെ ഒരു സ്ട്രീമാണത്. ആ സ്ട്രീം സന്തോഷം, ദുഃഖം, പ്രയാസങ്ങള്, സമ്മർദ്ദങ്ങള് എന്ത് തന്നെ ഉണ്ടായാലും ശക്തിയോടുകൂടി, ഊർജ്ജ ശക്തിയോടുകൂടി ആ വഴിയിൽ കൂടെ മുമ്പോട്ട് പോയി ലക്ഷ്യം നേടുക. ഇതാണ് ജീവിതത്തിന്റെ ഒരു വലിയ കാഴ്ചപ്പാട് ഡാവോ ദേ ജിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അർത്ഥമാക്കുന്നത്. അപ്പൊ സന്തോഷം അനുഭവിക്കുക, ആനന്ദം അനുഭവിക്കുക. നിങ്ങൾ വിയന്നയിൽ ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഈ നമ്മുടെ വിയന്നയിൽ ഉള്ളത് എല്ലാം സുന്ദരിമാരുമാണ്. നിങ്ങൾക്ക് ബോധ്യം വന്നാലുണ്ടോ? കഴിഞ്ഞ BMAയുടെ പരിപാടികൾ, അതുപോലെ കേരള സമാജത്തിന്റെ പരിപാടി, ഇനിയിപ്പോ ഫൈൻ ആർട്സ് ക്ലബിന്റെ പരിപാടി നടക്കുന്നു. ഓരോ പരിപാടികൾക്ക് നമ്മുടെ ഇവിടെ ഇരിക്കുന്നവർക്ക് പ്രായമൊന്നുമില്ല. ഞാനൊക്കെ അതിശയം വിചാരിച്ചു. ഞാനൊക്കെ നമ്മുടെ ചേച്ചിമാരൊക്കെ ഇച്ചിരി പ്രായമാകുന്നുള്ളത് വിചാരിച്ചോണ്ട് ഒരു പ്രായ പ്രശ്നമില്ല. അവന്മാരവിടെ കണ്ട തിരുവാതിര കളി, അതുപോലെ തന്നെ ഓരോ പരിപാടി എത്ര സുന്ദരിമാരാണ് നമ്മുടെ വിയന്നായിലുള്ളത്. കലാകാരികള് എത്ര അനുഗ്രഹീതമാണ് നമ്മുടെ വിയന്ന സമൂഹം, മലയാളി സമൂഹം. അവിടെ നിങ്ങൾക്ക് കുടുംബജീവിതവും സമ്പന്നമായ ഒരു ആസ്വാദികരമായ ദാമ്പത്യ ജീവിതത്തിൽ നമ്മുടെ ഈ മധ്യേ ജീവിക്കുക എന്നുള്ളത് നിങ്ങളുടെ വലിയ ഭാഗ്യമാണ്. ദൈവം നല്ല അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ മംഗളാശംസകളും. ഇതൊരു കുടുംബത്തിന്റെ സന്തോഷത്തിന്റെ ഒരു കൂട്ടായ്മ. ഇതിനൊരു ഒഫീഷ്യലുമായിട്ടൊന്നുമില്ല. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, നമ്മൾ കൂടെ നിൽക്കുന്ന നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ഈവനിങ്ങിൽ എനിക്ക് വിളിച്ച് ഭക്ഷണം എൻ്റെ കൈയോട്ട് ഉണ്ടാക്കി തരണതാണ് എനിക്കിഷ്ടം. അങ്ങനെ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരുമാണ് ഞാനിവിടെ കാണാനും കൂടാനും ആഗ്രഹിച്ചതും. എനിക്കും ഇവരെ കൂടെ നിങ്ങളോടൊപ്പം ഈ ഇവര് ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാര്. എല്ലാ സംശയങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളിലും അല്ലെങ്കിൽ സംശയങ്ങളിലും കുടുംബം കൊണ്ടുപോകുന്നതിലും അല്ലെങ്കിൽ ഫാമിലിയിലുള്ള എന്തെങ്കിലും സംശയങ്ങളോ ഒക്കത്തിനും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവും ഇടപെടലും അവരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഓരോ സംശയങ്ങളും അച്ഛൻ എങ്ങനെ ചെയ്യണം, എന്താ ചെയ്യേണ്ടത്, എല്ലാത്തിനും അവർ ഞങ്ങളുടെ പുറകിലുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമാണ്. ചിലപ്പോൾ എല്ലാ ഞായറാഴ്ചയും മലയാളം പള്ളിയിൽ ഓടി വരാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ ഞങ്ങൾ പോയി കുർബാനയ്ക്ക് കൂടുക ഒക്കെ ചെയ്യും. അപ്പം നിങ്ങളെ ഞങ്ങൾ പ്രത്യേകം ഞങ്ങളുടെ വീട്ടിലേക്കാണ് ക്ഷണിച്ചേക്കുന്നത്. ഇവിടെ എനിക്ക് കുക്ക് ചെയ്ത് തരാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഭൂമിയിൽ നമ്മളുടെ കുടുംബത്തിനോടൊപ്പം നമ്മളെ നയിക്കുന്ന നമ്മൾ കുറേ കാവൽമാലാകന്മാരെ കൊണ്ട് നമ്മൾ പാട്ട് പാടുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, നല്ല കുടുംബത്തിൻ്റെ കൂട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടം കാവൽമാലാകന്മാരുടെ കൂട്ടത്തിലേക്കാണ് ഞങ്ങളെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. എപ്പോഴും ഞങ്ങൾക്ക് എന്തിനും ഓടി ബാബുചേട്ടൻ ഒഫീഷ്യലായിട്ട് വിളിക്കൊന്നും വേണ്ട. അപ്പം ഞാൻ പറയണം, രാജ ഇന്ന ദിവസം ഇന്ന പോലെ നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു സ്ഥലം ആരോട് ഇതിലുള്ള ഏതൊരു ഫാമിലിയോടും എനിക്ക് പേഴ്സണലി പറയാവുന്ന ആളുകളെയാണ് ഞങ്ങൾ ഏറ്റവും
ഉണക്കമുന്തിരി മടുക്കുവോളം തേങ്ങ കൊത്തൊന്ന് വെത്തലും പാക്കും പമ പരക പരക റിഗ മരി നിരി തുന്നോക്കെ തുന്നോക്കെ ദരി സനി ദപ കൊറിക്ക കൊറിക്ക റിഗ പരി നിരി ചവയ്ക്ക ചവയ്ക്ക പന്തലും മുഴുവൻ തിരക്ക തിരക്ക പെണ്ണും ചക്കനും വേർക്ക വേർക്ക പെണ്ണിന്റെ മൊഞ്ച് കണ്ടോക്കിയ കണ്ടോക്കിയ ചെക്കന്റെ പത്രാസ് കണ്ടോക്കിയ കണ്ടോക്കിയ പെണ്ണും ചക്കനും കെട്ടും കഴിഞ്ഞ് നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക പെണ്ണും ചക്കനും നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക ഉണക്കമുന്തിരി നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പെട് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോരംഗക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരാട്ട പുലി ഇടയാങ്ങൊന്നൊരുക്കും നിന്നൊരുക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് നൊടിയിൽ മതയാനെ നെരുക്കിടും കരുത്ത് ഇവനെ പടച്ചു വിട്ട കടവുള്ളക്ക് 10-10 നിൻ പൂവിരലിൽ പൊന്മോതിരമായി നീയോടു ചേർന്നു ഞാൻ നിന്നു ഏതോ പുണ്യം മാംഗല്യവുമായി സ്വയംവര പന്തലിൽ വന്നു അസുലഭരജനികളിൽ മധുവിധുരാവുകളിൽ വസന്തമാം പൂങ്കൊമ്പിൽ നമ്മൾ തേന്മലരുകളായി മെസ്സിയുടെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് പാടുന്നത്. ഓർക്കസ്ട്ര ഒന്നുമില്ല, വളരെ ഒരു സിമ്പിൾ പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്.
രാരീരു പൊന്നുണ്ണി രാരീരോ കോരും പാതിരാവിൽ തളിരിട്ട കിനാവല്ലേ തളിരിട്ട വാക്കാരിൽ ബേത്ലഹേമിൽ തൂപ്പതല്ലേ രാരിരോ പൊന്നുണ്ണി രാരീരോ രാരീരോ പൊന്നുണ്ണി രാരീരോ തലമുറയായി പിതാക്കന്മാർ കൊതിച്ചൊരു ജനനമല്ലേ എളിയോരി ദാസിയെന്ന് ദൈവം തന്ന നിധിയല്ലേ തലമുറയായി പിതാക്കന്മാർ കൊതിച്ചൊരു ജനനമല്ലേ എളിയോരി ദാസിയെന്ന് ദൈവം തന്ന നിധിയല്ലേ രാരിരോ പൊന്നുണ്ണി രാരീരോ രാരീരോ പൊന്നുണ്ണി രാരീരോ കരളിലോ തീർച്ചവാളിൽ മധുരിക്കും നോവല്ലേ കവിത പോൽ ഒഴുകി വന്ന കണ്ണീരിൻ കഥയല്ലേ കരളിലോ തീർച്ചവാളിൽ മധുരിക്കും നോവല്ലേ കവിത പോൽ ഒഴുകി വന്ന കണ്ണീരിൻ കഥയല്ലേ രാരിരോ പൊന്നുണ്ണി രാരീരോ രാരീരോ പൊന്നുണ്ണി രാരീരോ ഒന്നാമത്തെ കാര്യം ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തോട് തുറവിയുള്ളവരായിരിക്കുക. ഒന്നല്ല, ഇനിയും ഇതിന് പിറകെ ദൈവം അനുവദിക്കുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ ദൈവത്തോട് തുറവിയുള്ളവരായിരിക്കും. രണ്ടാമത്തെ കാര്യം, പള്ളിയിൽ വെച്ചിട്ട് നമ്മൾ പറയുന്ന ഒരൊറ്റ ബന്ധമുള്ളൂ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും ഒക്കെ ഒരുമിച്ച് ജീവിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ഒരൊറ്റ ബന്ധമുള്ളല്ലേ? ഏത് ബന്ധമാണ്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം, മക്കള് അമ്മയും അപ്പനും തമ്മിലുള്ള ബന്ധമൊന്നും മരണം വരെ എന്നൊന്നും ബൈബിളിൽ പറയുന്നില്ല. പക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അത് മരണം വരെയാണ് എന്ന് പറയുമ്പോ, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന മക്കള് നിങ്ങളുടെ അപ്പനും അമ്മയും ആക്കി മാറ്റുമ്പോ ഭാര്യയും ഭർത്താവാണെന്നുള്ള ഉത്തരവാദിത്വം മറക്കാതിരിക്കുക. കാരണം അത് മരണം വരെ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ സമയം കണ്ടെത്തണം. ആ സ്നേഹത്തിന് ഒട്ടും കുറവ് വരുത്തരുത്. അതിനുശേഷമാണ് അത് ചിലപ്പോ അമ്മയ്ക്ക് കൊച്ചിനോട് സ്നേഹം കൊണ്ട് ഭർത്താവിനെ മറക്കാം, അപ്പന് കൊച്ചിനോട് സ്നേഹം കൊണ്ട് ഭാര്യയെ മറക്കാം. അങ്ങനെ വരുമ്പോൾ മുന്നോട്ട് പോകാൻ നമുക്ക് ചെറുതായിട്ട് ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും അത് മരണം വരെയുള്ള ബന്ധമാണ്. എന്ത് തടസ്സം ഉണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കി എന്തിനും നമ്മൾ സമയം കൊടുക്കേണ്ടതുള്ളൂ. മൂന്നാമത്തെ കാര്യം, അപ്പൻ അമ്മ എന്ന് പറയുമ്പോൾ അതിനൊരു ഉത്തരവാദിത്തമുണ്ട്. സാധാരണ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലേ, പുല്ല് താഴെ വളരും, പക്ഷെ നെല്ല് അത് കൃഷി ചെയ്യണം. അപ്പനും അമ്മയും മക്കളെ ജനിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ കളകൾ പറിക്കാനും യഥാസമയം വളമിട്ട് നല്ല ജീവിതത്തിൽ ഒരുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ അപ്പനും അമ്മയ്ക്കുണ്ട്. ഈ മൂന്ന് കാര്യങ്ങള് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണോ? ഒന്ന്, ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കുക, ദൈവത്തിന് തുറയുള്ളവരായിരിക്കുക. രണ്ട്, എന്നും ഭാര്യയും ഭർത്താവും ആണെന്ന് മറക്കാതിരിക്കുക. പലപ്പോഴും കൊച്ചുണ്ടായി കഴിഞ്ഞ് പിന്നെ ഭാര്യ ഭർത്താവ് വിളിയൊക്കെ പോയി, പിന്നെ അപ്പനായി,
പിന്നെ കൊച്ചുകൂടെ പിന്നെ അപ്പാപ്പനായി അമ്മാമ്മയായി പിന്നെ ജീവിതത്തിൽ മുഴുവൻ അങ്ങനെയാണ്. അതിനേക്കാളും ഒരു ഭാര്യയും ഭർത്താവും തന്നെ നിങ്ങൾ ജീവിക്കണം, അത് മരണം വരെ. മൂന്നാമത്തെ കാര്യം, മക്കളെ പുല്ല് വളർത്തുന്ന പോലെ വളർത്തരുത്. അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ നാടിനും ലോകത്തിനും മുഴുവൻ അവരൊരു ഭാരമായിട്ട് തീരും, ബുദ്ധിമുട്ടാവും. നെല്ല് വളർത്തുന്ന പോലെ കള പറിക്കണം, വളമിടണം. അങ്ങനെയാവുമ്പോ കുടുംബത്തിനും നാടിനും വീടിനും അവരൊരു അനുഗ്രഹമായി തീരും. ദൈവം നമുക്ക് അതിനുള്ള ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരോടൊപ്പം ചേർന്ന് കാരുണ്യവാനായ നല്ല നമ്പുരാനെ, ഈ 5ാം വിവാഹ വാർഷികത്തില് ഇവരുടെ ജീവിതത്തില് നീ നൽകിയ, നീ കൈപിടിച്ച് നടത്തിയ ഓരോ വഴികളെയും കുറിച്ചോർത്ത് ബെനോമിനോടും സന്നയോടും അവരുടെ കുടുംബത്തോടും ചേർന്ന് നന്ദി പറയുന്നു. ഒരുപാട് പ്രതിസന്ധികളും പരീക്ഷണങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയിട്ടുണ്ട്, കടന്നു വന്നിട്ടുണ്ട്. അത് നിന്റെ പരിപാലനയുടെ വലിയ ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏത് പരീക്ഷണത്തിലും ഏത് പ്രതിസന്ധിയിലും തളരാതെ നിന്റെ കരം പിടിച്ചുകൊണ്ട് നീ നടത്തുന്ന വഴിയിലൂടെ വിശുദ്ധിയോടെ, സ്നേഹത്തോടെ, ക്ഷമയോടെ എന്നും മരണം വരെ ഇനി അനേകം വർഷങ്ങൾ മുന്നോട്ട് ജീവിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ദൈവം നൽകുന്ന മക്കളെ സ്വീകരിക്കാനും മാതാപിതാക്കളെ ബഹുമാനിക്കാനും അവരോട് കൂടെ ഈ ലോകത്തിന്, ഈ കുടുംബം ഒരു വലിയ അനുഗ്രഹമായി തീരുവാനും അങ്ങ് കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ബഹുമാനപ്പെട്ട തോമസ് താമരപ്പിള്ളച്ചന്റെ പേരിലും തോമസ് കൊച്ചുരച്ചന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഒരിക്കൽ കൂടി ഇവർക്ക് 5ാം വിവാഹ വാർഷികത്തിന്റെ എല്ലാ മംഗളങ്ങളും സ്നേഹവും പ്രാർത്ഥനയും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Children and friends, and through the trials and fears, the smiles and tears, the Lord has seen us through. So after all these years, how could I not say I still do? Love has brought us to where we now stand, and through our life and love, the Lord above has surely seen us through. So after all these years, how could I not say ജിമ്മേലിപ്പിനും ഡെല്ലിവേലും ബിച്ചിനും ബിജു പേപ്പനും ബ്രൈറ്റ്സിനും ബെർട്ടീനും മുമ്പിക്ക് വിളിക്കുകയാണ്. And through our life and love, the Lord
Could I not say I still do? അപ്പോ എന്തെങ്കിലും ചേർത്ത് വെച്ചായിരുന്നു. തട്ടി പിടിക്കുക. ഒന്നോടെ മൂന്നെണ്ണം. ഓക്കെ. സെക്ട് പൊട്ടിച്ചോ സെക്ട്. സെക്ട് ഒന്ന് മുട്ടിച്ചേരാൻ നിങ്ങളുടെ പേര്. നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണ്ടോ? ഓക്കെ. കിട്ടിയില്ലേ? ഒന്നര രണ്ടുപേരുടെ ആശയങ്ങളെ കുറിച്ച് നോക്കാനായിട്ട് എനിക്ക് സത്യം പറയാനുള്ളത്
ഇത്ര നാളായിട്ട് ഒളിപ്പിച്ചൊരു സത്യം പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം. ഇവിടുന്ന് സന്നനെ ഞങ്ങള് പരിചയപ്പെട്ടു, ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു, വേണമേ നീ ഇവിടുന്ന് പോണ തപ്പി സ്ട്രൈക്കറാണ്, അപ്പൊ അവിടുന്ന് ജനിച്ച് വളർന്ന പെൺകൊച്ചാവുമ്പോ നിങ്ങൾക്ക് പെണ്ണ് കാണാൻ ചടങ്ങിന് മാത്രം ഒന്ന് കാണാൻ പറ്റുള്ളൂ, പിന്നെ കല്യാണത്തിന് കാണണോ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വിചാരിച്ചു എന്തായിരിക്കും സിറ്റുവേഷൻ. അതിന് ഞങ്ങൾ അവിടെ നാട്ടിൽ ഫ്ലൈ ചെയ്തു. സെക്കൻഡ് ഡേ പെണ്ണ് കാണുന്നത്. അപ്പോഴാണ് മോളെ എനിക്ക് മനസ്സിലായത് മോളമ്മ ഭയങ്കര ചില്ലാണ്. കാരണം ശരിക്കും പെണ്ണാണിലെ എനിക്ക് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഷോപ്പിങ്ങിന് പോയിക്കോ. അത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമയ്ക്ക് പോയി. പിന്നെ വീണ്ടും ഒരു സിനിമ പോയി. അത് സെക്കൻഡ് ഷോ ആയിരുന്നു അല്ലേ? ആയിരുന്നു. അതൊന്നൊക്കെ സീക്രട്ട്. അത് കഴിഞ്ഞിട്ട് ലേറ്റ് ആയി. അപ്പൊ ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മേ ലേറ്റ് ആയി, വീട്ടിൽ വരേണ്ട ആവശ്യം, ഞങ്ങൾ ഇവിടെ സ്ലീപ്പ് ഓവർ ആക്കാൻ സ്ലീപ്പ് ഓവർ ചെയ്യാമോ? പറഞ്ഞു വേണ്ട മോനെ, ബുദ്ധിമുട്ടാവും നിനക്ക്, നീ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പോഴേക്ക് മനസ്സിലായത് വിചാരിച്ചത്ര ചില്ലല്ല. അങ്ങനെ ഒത്തു വന്നൊരു സിറ്റുവേഷൻ ആണ്. ഞങ്ങളുടെ വല്യപ്പൻ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു. അപ്പൊ പറഞ്ഞു അത് സെന്നാണെന്ന് ചേർന്ന് എവിടെ പഠിച്ചിരുന്നേ? അടുത്തായിരുന്നു. അപ്പൊ പറഞ്ഞു, അപ്പൊ എനിക്കൊരു ലേറ്റ് നൈറ്റ് വാക്കിന് ഒരു ആഗ്രഹമുണ്ട്, അപ്പൊ സെന്നേനും കൂട്ടാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയാലോ അമ്മ ചില്ലല്ലാന്ന്. അയ്യോ അത്രയും ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പപ്പ മമ്മ നമ്മൾക്കിത് നമ്മളെ ശരിക്കും സീക്രട്ട് ആയിട്ട് ഞങ്ങള് ബാക്കിലെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അടിച്ചു പൊടിക്കാന്ന് പറഞ്ഞു. അത് ഞങ്ങൾ പറഞ്ഞു. മോളമ്മ ഇതുവരെ വിചാരിച്ചിരുന്നത് സെന ഹോസ്പിറ്റൽ ഇറങ്ങുന്നതാണ്. സെന ഇറങ്ങിയത് മമ്മയുടെ അടുത്താണ്, ഞാൻ പപ്പയുടെ അടുത്ത്. പക്ഷെ ലേറ്റ് നൈറ്റ് ടോക്ക് നടന്നു. എന്തായാലും അത് കഴിഞ്ഞിട്ട് വന്നൊരു സമയം ഇത്തിരി ഒരു സാഹചര്യത്തിൽ ഒരു ബോർഡ് ടൈമായിരുന്നു. കാരണം ഒരു വില്ലൻ കയറി വന്നു, വേറെ ഒരു ഒരാളല്ല, കൊറോണ. അപ്പോ എല്ലാ പ്രാവശ്യം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ പപ്പയും പറയും, വേണമേ ശ്രദ്ധിച്ചോളോ, സേഫ്റ്റി ഡിസ്റ്റൻസ്, പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ കൊറോണ പിടിക്കും. അപ്പൊ അത് അത്ര ഒരു നല്ല സമയമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു ക്രൊയേഷ്യൻ ടൂറിലാണ് പ്ലാൻ ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, കൊച്ചു വേണം, എന്നാലും ഒരു ത്രില്ലൊക്കെ വരണല്ലോ. അങ്ങനെയാണ് ഞങ്ങൾക്കൊരു ക്രൊവാറ്റൻ ഞങ്ങളുടെ ലൈഫിൽ വന്നത്. കാരണം ലെവി ഇസ് മേഡ് ഇൻ ക്രൊയേഷ്യ. അപ്പൊ പിന്നെ ചേട്ടൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? പിന്നെ ചേട്ടാ അടുത്ത ട്രിപ്പ് നമ്മൾക്ക് ഇറ്റാലിയനിലേക്ക് പോവാം. ഒരു ഇറ്റാലിയനെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു 2 വർഷത്തിനുള്ളിൽ ആ ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു. मेरे सारे वादे वादे रह गए आधे, है कसूर क्या, है कसूर क्या। जीत के भी हारे हारे ख्वाब ये बेचारे, ये फितूर क्या, ये फितूर क्या। जो भी तूने कैसे किया रे, जिया को मेरे
हूँ सवेरों का मेरे, तू सूरज लागे, तू मेरा कोई ना होके भी कुछ लागे। एक तू ही यार मेरा, मुझको क्या दुनिया से लेना, एक तू ही यार मेरा, मुझको क्या दुनिया से लेना।